എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് തിരുവോണ ദിനമായി എല്ലാവരും ഓട്ടത്തിലാണെന്നറിയാം. രാവിലെ അത്തപ്പൂക്കളം ഒരുക്കാനും സദ്യ ഒരുക്കാനുമുള്ള തിരക്കിലാണല്ലേ. ഓണസദ്യയുടെ കൂട്ടത്തിൽ നമുക്കേറെ പ്രിയങ്കരമായ കൂട്ടുകറിയുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമേ തന്നെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. നമുക്കിതിനായി വേണ്ടുന്നത് മീഡിയം സൈസിൽ 2 ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബുകളായിട്ട് അരിഞ്ഞു വെക്കണം. കൂടെ തന്നെ 3 വെണ്ടയ്ക്ക കൂടി ചെറുതായി അരിഞ്ഞു വെക്കാം. അതിനുശേഷം 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായി ചോപ്പ് ചെയ്ത് വെക്കാം. പിന്നെ വേണ്ടുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒന്ന് 2ആയി മുറിച്ച് വെച്ചാൽ മതി. കൂടെ കറിവേപ്പിലയും ഒരു അരമുറി തക്കാളിയും കൂടി നമുക്ക് എടുക്കാം. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിൽ 2ാം പാല് 2 ഗ്ലാസ് എടുത്ത് വയ്ക്കാം. കൂടെ തന്നെ 1/2 ഗ്ലാസ് 1ാം പാല് കൂടി എടുക്കാം. തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി കറി ഉണ്ടാക്കാനായി തുടങ്ങാം. ആദ്യമേ തന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം. 2 മിനിറ്റ് വഴറ്റുമ്പോഴേക്കും നമ്മുടെ വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊക്കെ ഒന്ന് മാറി വരും. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ കുക്കറിലിട്ടൊന്ന് വേവിച്ചിട്ട് വേണമെങ്കിൽ ഇടാം. അപ്പം നമുക്ക് പെട്ടെന്ന് കറി റെഡിയായി കിട്ടും. ഞാനിത് തേങ്ങാപ്പാലിൽ ഇട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി ഒന്നുകൂടെ അടച്ചു വെച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. തിരുവോണ ദിനത്തിൽ ഞങ്ങൾ നോൺ വെജ് ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അങ്ങനെ വരുമ്പോൾ കൂട്ടുകറിക്ക് പ്രാധാന്യം വേറുമല്ലേ. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ മല്ലിപ്പൊടിയാണ്. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 സ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് 1 സ്പൂൺ മാത്രം ചേർക്കുന്നത്. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കുരുമുളക് പൊടിയും മസാലയൊക്കെ നമ്മൾ വറുത്താണ് പൊടിച്ചിരിക്കുന്നത്, അതുകൊണ്ടിട്ട് ഒരുപാട് വറുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടുകറി ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അല്ലാതെ വെള്ളത്തിൽ ഉണ്ടാക്കിയാൽ കിട്ടുന്ന ടേസ്റ്റ് അല്ല നമ്മൾ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയാൽ കിട്ടുന്നത്. നല്ല ഒരു ടേസ്റ്റാണ്. ഇനി ഇത് ഇങ്ങനെ കിടന്ന് തിളച്ച് കറി നന്നായി ഒന്ന് വറ്റി വരണം. അതുവരെ നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. തേങ്ങാപ്പാൽ വറ്റുമ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായി വെന്ത് കിട്ടും. ഇപ്പോൾ തേങ്ങാപ്പാലെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഷ്ണങ്ങൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1ാം പാല് കൂടെ ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർത്തതിന് ശേഷം ഒത്തിരി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായി തിളച്ചാൽ മതിയാകും. ഇനി ഇതൊന്ന് തിളയ്ക്കുന്ന സമയത്തിന് നമുക്ക് വേണ്ടുന്ന താളിപ്പ് റെഡിയാക്കാം. അതിനായി മറ്റൊരു പാത്രം എടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. തിളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്തേക്കാം. ഇനി നമ്മുടെ താളിപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓണം തീരുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായവും പറയണം. കൂടെ തന്നെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ ഓണക്കാലം എല്ലാവർക്കും ഐശ്വര്യവും നന്മയും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.